പൊയ്യാറമഠം ഓം ശ്രീ വിഷ്ണുമായ നമഃ. ഞാൻ ഷെറിൻ പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം. ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പോസ്റ്റുകൾ വിഷ്ണുമായ മഠത്തെ കുറിച്ചിട്ടേക്കും അയക്കുന്നുണ്ട്. അപ്പൊ അതിൽ വളരെ നല്ല രീതിയിലുള്ള കമന്റുകൾ വരും, അതുപോലെ തന്നെ വളരെ മോശമായിട്ടുള്ള കമന്റുകൾ വരും. മോശമായിട്ടുള്ള കമന്റുകൾ വരുമ്പോൾ ഞാൻ അപ്പൊ തന്നെ അതിനെ ഡെലിറ്റ് ചെയ്ത് കളയും. ആ വ്യക്തിയെ അപ്പൊ തന്നെ നമ്മൾ ബ്ലോക്ക് ചെയ്യും. അപ്പോ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് ഇങ്ങനെയുള്ള നെഗറ്റീവ് കമന്റ് വായിക്കാനും അത് കേൾക്കാനുമുള്ള ഒരു സമയവും അതിനുള്ള മറുപടി കൊടുക്കാനും ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു ബന്ധം വെക്കാനായിട്ട് താല്പര്യവുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിൽ എന്റെ ഈ 40 വർഷത്തെ ജീവിതാനുഭവങ്ങൾ, ഞാൻ വളരെ ഒരു സാധാരണ വ്യക്തിയാണ്. അപ്പോൾ ഒരു സാധാരണ വ്യക്തിക്ക് ഒരു ലൈഫിൽ കയറി വരണമെങ്കിൽ ഒരുപാട് കളികൾ കളിക്കാണ്ടൊന്നും കയറി വരാൻ പറ്റില്ല. ഒരു വലിയ കുടുംബ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ വളരെ സാധാരണക്കാരനായി നല്ല രീതിയിൽ പഠിച്ചിരുന്നു, നല്ല എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാജ്യങ്ങളിലെ പല സ്ഥലങ്ങളിലേക്കും അതുപോലെ വിദേശ രാജ്യങ്ങളിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ബിസിനസ് കാര്യങ്ങളിലേക്കും ഭാഗമാവാനായിട്ട് പടിപടിയായിട്ട് ഒറ്റ അടിക്കല്ല, ഒരുപാട് വർഷത്തെ തീവ്രമായിട്ടുള്ള ആഗ്രഹം നേടണം എന്നുള്ളൊരു വാശി തന്നെ. പണമുണ്ടായാലേ നമുക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ശ്രദ്ധിക്കുകയുള്ളൂ എന്നുള്ളൊരു സത്യം മനസ്സിലായിപ്പോ. അപ്പോ ഞാനിത് പറയാനായിട്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, കമന്റ് ചെയ്യുന്ന ആൾക്കാര് നിങ്ങളുടെ തലത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും പ്രധാനിയായിട്ടൊരാളാവാം, കുടുംബം നോക്കുന്ന ഒരാളാവാം, കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ ആ ലെവലിലുള്ള ഒരാളെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് അതിന്റെ മുകളിൽ കമന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ലെവലിൽ എത്തിയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴാണ് അതിനൊരു വാല്യൂ ഉള്ളൂ. ഞാനിപ്പോ സമൂഹത്തിൽ വളരെ ഉയർന്നിരിക്കുന്ന ഒരു വ്യക്തിയെ കളിയാക്കാനായിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു ആന പൂരത്തിന് പോകുമ്പോ കുറെ പട്ടികൾ കിടന്ന് കുറയ്ക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ആനയെ തോൽപ്പിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്താവണം, നമ്മളൊരു ആനയാവണം, ഇല്ലെങ്കിൽ നമ്മൾ ഈ പട്ടികളെ പോലത്തെ ഒരു അവസ്ഥയിലേക്ക് പോകും. എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയണത്. അപ്പോ ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് അതിനൊരു ക്വാളിറ്റിയോ അതിന് വേണ്ടതായിട്ടുള്ള ഒരു പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളില്ലാത്തത് കൊണ്ട് വളരെ മാന്യനാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് കമന്റ് ചെയ്യുന്നു. അപ്പൊ ഈ കമന്റ് കാണുമ്പോ ഇടണോണ് സുഖവും, കാണുന്നവൻ അത് വായിക്കുമ്പോൾ ആള് വിദ്യാഭ്യാസമുള്ള ആളാണെങ്കിൽ അത് വായിക്കാൻ അറിയാലോ, വായിക്കുമ്പോൾ അതിന്റേതായ ബുദ്ധിമുട്ട് വരും. തിരിച്ച് ഇദ്ദേഹത്തിന് കമന്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാനായിട്ടുള്ള സമയമില്ല. അപ്പോ ഒരാളെ തെറി വിളിച്ചാൽ ആ തെറി വിളിക്കുന്ന ആൾക്ക് സുഖവും കേൾക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക. അപ്പൊ എന്ത് ചെയ്യണം, കേൾക്കുന്ന ആള് തിരിച്ച് ആ വ്യക്തിയെ തെറി വിളിക്കുക എന്നൊരു ഉദ്ദേശം ചെയ്തു കഴിഞ്ഞാൽ രണ്ടുപേരും തെറി വിളിച്ചു. അപ്പൊ രണ്ടുപേർക്കും തെറി വിളിക്കേണ്ട മാനസികമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ള ഒരു തലത്തിൽ വരുന്ന എന്തൊക്കെയാണെന്നുള്ള അറിയാൻ പറ്റും. അപ്പൊ എനിക്ക് അതിനുള്ള സമയമില്ലാത്തത് കൊണ്ട്, നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്തിരിക്കുന്ന പ്രവൃത്തി കൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് രക്ഷപ്പെടാൻ പറ്റിയെങ്കിൽ, അതിന് ദൈവസഹായം ഉണ്ടായിട്ടാണെങ്കിലും ദൈവമില്ലാത്ത സഹായം കൊണ്ടായാലും നിങ്ങൾ രക്ഷപ്പെട്ടാൽ മതി. ദൈവമൊന്നും ഒരു അമ്പലത്തിലോ ഒരു പള്ളിയിലോ അല്ലെങ്കിൽ ലോകത്തിലോ ഒരു സ്ഥലത്തോ ഒരാളും ദൈവത്തിനെ കണ്ടിട്ടൊന്നുമില്ല. ദൈവം എന്ന് പറയുന്നത് മനുഷ്യന്മാര് തന്നെയാണ്. അതുപോലെ നമ്മൾ ഈ പറയുന്ന സാത്താൻ അല്ലെങ്കിൽ പിശാജ് അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട എന്ന് പറയുന്നതും മനുഷ്യന്മാർ തന്നെയാണ്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അനുഭവിച്ച ജീവിത സാഹചര്യങ്ങളും എന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാനുള്ള ശ്രമത്തിന്റെ ഫലമായിട്ട് എനിക്ക് എന്തെങ്കിലും അറിവുകൾ ഉണ്ടെങ്കിൽ അത് കിട്ടിയാൽ ജീവിതത്തിൽ ചിലപ്പോ ആത്മഹത്യ ചെയ്യാതെയും ജീവിതത്തിൽ ചിലപ്പോൾ രക്ഷപ്പെടാനും ഏതെങ്കിലും ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് സാധിക്കുകയാണെങ്കിൽ അതെന്റെ ഏറ്റവും വലിയ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോ പണമുണ്ടാക്കി എന്ന കാരണം കൊണ്ടാണ് എനിക്ക് പണം ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏതൊരു വ്യക്തിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ അത് നല്ല രീതിയിലോ പൊട്ട രീതിയിലോ എന്ത് രീതിയിലാവട്ടെ പണമാണത്. ആ പണം ഉണ്ടാക്കാൻ കുറച്ച് പണിയുണ്ട്. അപ്പൊ പൈസ ഉണ്ടാക്കാനായിട്ട് പണിയെടുത്തിട്ട് ബിസിനസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുന്ന കർമ്മ മേഖല ആ രീതിയിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം,
ഇതുപോലെ ഞാൻ ചെയ്ത പോലെ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബിസിനസ് എന്ന് പറയുന്നത് മാർക്കറ്റ് ചെയ്യുന്നു, നമ്മൾ അതിലൂടെ പൈസ ഇടനിലക്കാരനായി നിൽക്കുന്നു, നമ്മളൊരു പൈസ ഉണ്ടാക്കുന്നതിനെ കൂട്ടിക്കോ. അങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാനായിട്ട് പറ്റുകയും നിങ്ങൾ കുറെ പൈസ ഉണ്ടാക്കി നിങ്ങൾക്കും ഇതുപോലെ ഒരു അമ്പലമോ പള്ളിയോ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ തുടങ്ങിയിട്ട് മറ്റുള്ള ആൾക്കാരിലേക്ക് അവർ ഇൻസ്പയർ ചെയ്യാൻ, അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഉറക്കെ പ്രഖ്യാപിക്കാനൊക്കെയുള്ള അവസരമുണ്ട്. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞു പിടിച്ച പോലെ ഒന്നും ആവാണ്ട് ആരോധനം ഏതെങ്കിലുമൊക്കെ ആയ വ്യക്തികളുടെ അടുത്ത് കാണിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ എന്റെ ജീവിതത്തില് ഞാൻ എന്റെ ജീവിതം കൊണ്ട് സന്തോഷവാനാണ് എന്നുള്ളതാണ് കാര്യം. പിന്നെ എന്നെ ആരും അങ്ങനെ തെറി വിളിക്കുന്നത് എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് തിരിച്ച് തെറി വിളിക്കാനായിട്ട് പറ്റാനും അതിനുള്ള സമയവും ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോ താല്പര്യമുള്ള ആൾക്കാർ വീഡിയോ കാണുക, താല്പര്യമുള്ള ആൾക്കാർക്ക് പൊയ്യാറ വിഷ്ണുമായ മഠത്തിലേക്ക് വരാം. വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരുടെയും കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയത് ആ ഒരു ദൈവമായതുകൊണ്ട് ഞാൻ ആ ദൈവത്തെ കുറിച്ച് പറയുന്നു. ഇനി വേറെ ഏതെങ്കിലും ദൈവമാണ് ഇതിനേക്കാളും ബെറ്റർ എന്ന് എന്നെങ്കിലും എന്റെ ജീവിതത്തിൽ തോന്നാണെങ്കിൽ ആ ദൈവത്തെ കുറിച്ച് ഞാൻ പറയാം. തൽക്കാലം വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരുമാണ് എന്റെ ദൈവം. അത് ഞാൻ ഉറച്ചു നിൽക്കുന്നു, ശക്തമായിട്ട് പറയുന്നു. താല്പര്യമുള്ളവർക്ക് വരാം, താല്പര്യമുള്ളവർക്ക് ഭാഗമാവാം, താല്പര്യമുള്ളവർക്ക്